നമ്മൾ എറണാകുളം വാഴക്കുളത്തേക്ക് പോകുന്നു. അവിടെ പാരിത്തുകാവിലെ ഭൂമി ഒഴിപ്പിക്കാൻ അഭിഭാഷക കമ്മീഷൻ എത്തിയിരിക്കുകയാണ്. കുടിയൊഴിഞ്ഞു പോകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബങ്ങൾ. സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹവുമുണ്ട്. പ്രതിഷേധവും നമുക്ക് കാണാം. തത്സമയ ദൃശ്യങ്ങളാണ് പാരിത്തുകാവിൽ നിന്ന്, വാഴക്കുളത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. അലി അക്ബർ ഷായുടെ വിശദാംശങ്ങളുമായി. അലി, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നമ്മൾ അവിടെ കണ്ടതാണ്. പക്ഷേ SP ഉൾപ്പെടെ വിളിച്ചു വരുത്തിയിരുന്നു. പോലീസ് ശക്തമായ നടപടി എടുക്കണമെന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ പോലീസ് സംരക്ഷണയെ വീണ്ടും ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് എത്തുകയാണ് അഭിഭാഷക കമ്മീഷൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? സംഘർഷാവസ്ഥയുണ്ടോ? വിനിത, അല്പസമയം മുമ്പാണ് വാഴക്കുളം പാരിയത്തുകാവ് കോളനി ഒഴിപ്പിക്കലിനായി അഭിഭാഷക കമ്മീഷൻ വീണ്ടും എത്തിയിരിക്കുന്നത്. ഇത് 13ാം തവണയാണ് അഭിഭാഷക കമ്മീഷൻ ഇവിടെ വാഴക്കുളം പാരിയത്തുകാവ് കോളനി ഒഴിപ്പിക്കാനായി എത്തുന്നത്. ഈ 12 തവണയും വലിയ രീതിയിലുള്ള ജനരോഷത്തെ തുടർന്ന്, പ്രതിഷേധത്തെ തുടർന്ന് തിരിച്ചു പോകേണ്ട സാഹചര്യമായിരുന്നു. ഈ കോടതി വിധി നടപ്പിലാക്കാൻ കഴിയാതെ മടങ്ങേണ്ട സാഹചര്യമായിരുന്നു അഭിഭാഷക കമ്മീഷൻ ഉണ്ടായത്. എന്തായാലും 13ാം തവണയും അഭിഭാഷക കമ്മീഷൻ എത്തുമ്പോൾ ഉള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ പ്രതീക്ഷയും ഇവിടുത്തെ താമസക്കാർക്ക് അസ്തമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഏറ്റവും കീഴ്ക്കോടതികളിലെ എല്ലാ വിധിയും പ്രതികൂലമായപ്പോഴും സുപ്രീം കോടതിയിൽ നിന്നും ഒരു അനുകൂല വിധി അവർ പ്രതീക്ഷിച്ചിരുന്നു. ആ നിലയിലാണ് അവർ സുപ്രീം കോടതി വിധിക്കായി കാത്തിരുന്നതും. കഴിഞ്ഞ തവണ ഈ അഭിഭാഷക കമ്മീഷൻ എത്തിയപ്പോൾ സുപ്രീം കോടതി വിധി വരുന്നത് വരെ കാത്തിരിക്കുക, അതിന് മുൻപൊരു ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് പോകരുത് എന്നും അവരൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്നും ഇപ്പോൾ അവർക്ക് പ്രതികൂലമായി വിധി വന്ന സാഹചര്യത്തിലാണ് ഇത്തവണ അഭിഭാഷക കമ്മീഷൻ ഈ പാരിയത്തുകാവ് കോളനി ഒഴിപ്പിക്കൽ ഇത്തവണ നടപ്പാക്കും എന്ന ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് അഡ്വക്കേറ്റ് ജയപാലൻ സ്ഥലത്തേക്ക് എത്തിയത്. അപ്പോൾ തന്നെ വലിയ ജനരോഷമാണ് രംഗത്ത്. വലിയ പോലീസ് സന്നാഹം ഇപ്പോൾ സ്ഥലത്തുണ്ട്. പെരുമ്പാവൂർ ASP ശക്തി സിംഗാരിയുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധക്കാർ ഈ അഭിഭാഷക കമ്മീഷനെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഇവിടെ നിന്നും ഇറങ്ങില്ല എന്ന നിലപാടിൽ തന്നെയാണ് എന്തായാലും പ്രദേശവാസികളുള്ളത്. പട്ടികജാതി വിഭാഗത്തിലുള്ള 8 കുടുംബങ്ങളാണ് ഈ പറയുന്ന പാരിയത്തുകാവ് കോളനിയിൽ താമസിക്കുന്നത്. ഈ സ്ഥലം സർക്കാർ പുറമ്പോക്കായിരുന്നു. ഈ പുറമ്പോക്കിൽ ഒരാൾ അവകാശവാദം ഉന്നയിച്ചു വന്നതോടുകൂടിയാണ് ഈ പ്രശ്നം ഗുരുതരമാകുന്നതും കോടതിയിൽ എത്തുന്നതും. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉൾപ്പെടെ ഒരു തിരിച്ചടി നേരിടുന്നു. ശരി, കുടി ഒഴിഞ്ഞു പോകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അവിടുത്തെ ആ 8 കുടുംബങ്ങളും. വലിയ പോലീസ് സന്നാഹവും നമുക്ക് കാണാം. അഭിഭാഷക കമ്മീഷനെ തുടർ നടപടികൾ എന്താണ് എന്നതനുസരിച്ച് അലി അക്ബർ ഷായിലേക്ക് നമുക്ക് തിരിച്ചെത്താം.